നേതാക്കൾ നൽകിയിട്ടുള്ള അതിനുള്ള അവസരങ്ങൾ പല സന്ദർഭങ്ങളിലായി നൽകിയിട്ടുള്ള പാസ്റ്റർ എം പി ജോർജ് കുട്ടി അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഇന്ത്യയിലായിരിക്കുന്ന ജേക്കബ് ജോർജ് എന്റെ ഒരു സമകാലീനായ അദ്ദേഹം സെമിനാരിയിൽ പഠിച്ചിരുന്നു. അത് മാത്രമല്ല ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് ചില സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കുവാനും പല നിലകളിൽ യുവജനങ്ങളിടയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുവാനും എന്റെ ആത്മീയ ശുശ്രൂഷ വഴികളിൽ അവസരം ലഭിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു കർത്തവ്യത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു ദേശത്ത് വെളിശ്ശേരിയിൽ അടുത്തടുത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്തവ്യത്തിനോട് ഒരുമിച്ച് രാത്രി ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. നാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരു വാക്കിൽ വീണ്ടും ദൈവത്തിന് നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിന്റെ ദാസൻ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ചിന്തിച്ചതിനേക്കാൾ ഉപരിയായി ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചതുപോലെ തന്നെ 93 മുതൽ വിവിധ നിലകളിൽ കർത്താവിന്റെ ശുശ്രൂഷകളിൽ ഭാഗവാക്കാകുവാൻ ദൈവം എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ മുതൽ അവസരങ്ങൾ നൽകുന്ന ദൈവത്തിന്റെ കൃപയാണ്. വിവിധ നിലകളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ലേഖനങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും യുവജന പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിലൂടെയും പ്രത്യേക ഏരിയകൾ തെരഞ്ഞെടുത്ത് ദൈവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നതിലൂടെയും അതുപോലെ തന്നെ ഗാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അല്പമായി പങ്കാളിത്തം വഹിക്കാനുള്ള അവസരങ്ങൾ ദൈവം തന്നു. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഞാൻ ദുബൈയിൽ നിന്നുള്ള ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് നാട്ടിൽ ചെന്ന് വിശാലമായ ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുവടുകൾ വയ്ക്കുമ്പോൾ ആരംഭത്തിൽ ഹൃദയത്തിലേക്ക് വന്ന ചിന്തയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഗതി മാറി വരുന്നു, സുവിശേഷത്തോടുള്ള എതിർപ്പുകൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് ഇനി എന്ത് പ്രവർത്തനം ചെയ്താലും ട്രാക്റ്റുകൾ എഴുതുക, ബുക്കുകൾ, വിവിധ നിലകളിലുള്ള മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരണങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അതിനൊരു ലീഗൽ നിയമപരമായ ഒരു അടിസ്ഥാനം ഉണ്ടാകണം എന്ന് വിചാരിച്ച് വളരെ സമയമെടുത്ത് ഒരു മിഷൻ രജിസ്റ്റർ ചെയ്യുവാൻ ഇടയായി തീർന്നു. അതാണ് നമ്മുടെ സിറ്റിയിലൊക്കെ ലൈഫ് ടെക് മിഷൻ എന്ന പേരിൽ. വേറൊന്നുമല്ല, ഒരു സംഘടന സ്ഥാപിക്കാനോ ഒന്നുമല്ല, ഒരിക്കലും ഒരു നിയമപരമായ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ആ നിലയിൽ ചെയ്തു. അതിനോടനുബന്ധിച്ച് ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന നമ്മൾ ആ ഇൻട്രൊഡക്ഷനകത്ത് പറയുന്നത് പോലെ തന്നെ ദൈവം കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ തന്ന 6 പാട്ടുകൾ ഒരുമിച്ച് നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം 8 മാസം സമയമെടുത്ത് അതിന്റെ വർക്കുകൾ ക്രമീകരണങ്ങൾ നാട്ടിൽ ചെയ്തു. അത് ചെയ്ത് പൂർത്തീകരിക്കുന്ന അത് നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങേണ്ട സമയത്താണ് ഇവിടോട്ട് വരേണ്ടതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കപ്പെട്ടു വന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയും ആ നിലയിൽ വിവിധ നിലകളിൽ ഞാൻ നാട്ടിൽ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആകാൻ വേണ്ടി താല്പര്യപ്പെട്ട് ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെടാതെ നിൽക്കുന്ന പല ദൈവദാസന്മാരുടെ സുഹൃത്ത് ബന്ധം തന്നിട്ടുണ്ട്. നേപ്പാളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ലക്നൌവിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ആന്ധ്രയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ബീഹാറിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. സഹപാഠികൾ ആയി വിവിധ നിലകളിൽ കർത്താവിന്റെ വേലയിൽ വിവിധ മറ്റ് പ്രസ്ഥാനങ്ങളോട് ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് ഏതെങ്കിലും നിലയിലൊക്കെ കൈത്താങ്ങൽ കൊടുക്കുക, യുവജനങ്ങളെ ആത്മീയ വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയിൽ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വിശാലമായിട്ട് മുമ്പോട്ട് ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു പുനഃക്രമീകരണം ഇങ്ങനെ ഇങ്ങോട്ട് വരാനുണ്ടായത്. അതിന്റെ വെളിച്ചത്തിലാണ് ആ സീഡിയുടെ വളരെ പണം മുടക്കി ആ സീഡിയുടെ ക്രമീകരണങ്ങൾ ചെയ്തു എന്ന നാട്ടിൽ ഒരു കാരണവശാലും എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇനി 3 വർഷം കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നതോടുകൂടിയാണ് ഇവിടെ ചില സഹോദരന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ അതിനുള്ള സാധ്യതകളെ കുറിച്ച് അറിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യപ്പെടുവാൻ ഇടയായിരുന്നത്. ഞാൻ ഇത് എടുത്തു പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ സീഡിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ വേറൊരു പിക്ചർ എല്ലാവരുടെ മനസ്സിലുണ്ട്. ആ നിലയിലല്ല ഞാൻ പാട്ടിനോടുള്ള സീഡിയോടുള്ള കാസറ്റിനോടുള്ള ബന്ധത്തിൽ 4ാമത്തെ പ്രവർത്തനം എന്റേതായിട്ട് ഇതുവരെ ഞാൻ ഇറക്കിയിട്ടില്ല. 3 സീഡികൾ മറ്റു ചില ദൈവദാസന്മാരോട് ചേർന്ന് കൈത്താങ്ങൽ കൊടുത്ത് അതിന്റെ ക്രമീകരണങ്ങളിൽ പങ്കാളിത്തം വഹിക്കാൻ ദൈവവസരം തന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എന്റേതായിട്ട് ഒരു ക്രമീകരണം ചെയ്തത്. വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിന്റെ ദാസൻ ഞാനൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ മാത്രമാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആ ക്രമീകരണങ്ങളെ ചെയ്ത് സഭ ഒന്നടങ്കം വളരെ സഹകരിച്ചു. മാത്രമല്ല ഞാനിവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ സഭയോട് ബന്ധപ്പെട്ട ദൈവദാസന്മാരോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും നാളെ ഒരു സീഡി ഇവിടെ പുറത്ത് പബ്ലിഷായി എന്റെ പേരിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്, അതങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ ചെയ്തത്. അതിന് ദൈവദാസനും സഭയും കാണിച്ച എല്ലാ കൈത്താങ്ങലുകൾക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. വിവിധ നിലകളിൽ കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിക്കുന്നു.
വീണ്ടും കർത്താവിന്റെ കൃപ പകരുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് വളരെ നന്ദി. ആ നിലയിൽ ശുശ്രൂഷ വളർച്ചയുടെ വഴികളിൽ കൈത്താങ്ങെത്തുന്ന ഒരു ദേവദാസനാണ് പ്രിയ ജോർജ് കുട്ടി പാസ്റ്റർ. അങ്ങനെ പല ദേവദാസന്മാർ ഞങ്ങൾക്ക് കൈത്താങ്ങ് നൽകിയിട്ടുള്ളതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിലേക്ക് വേഗത്തിൽ ശ്രദ്ധയെ തിരിച്ച് സമയപരിധിക്കുള്ളിൽ കർത്തദാസൻ വീണ്ടും നാട്ടിലേക്ക് യാത്ര ചെയ്യണം. അതിനുമുമ്പേ കർത്തമേശ ശുശ്രൂഷ നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ടും വേഗത്തിൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. എന്നെ ഈ വചനത്തിനകത്തെ വാക്യങ്ങൾ സ്പർശിച്ചതിനേക്കാൾ ഇതിന്റെ തലക്കെട്ടാണ് സ്പർശിച്ചത്. 54-ാം സങ്കീർത്തനത്തിന്റെ അകത്തെ വാക്യങ്ങളിലേക്ക്, ഈ 7 വാക്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് എന്റെ കണ്ണിൽ പതിഞ്ഞു നിന്നത് അതിന്റെ തലക്കെട്ടാണ്. ദാവീദിന്റെ ഒരു ധ്യാനമാണ്. എന്താണ് ധ്യാനം? സീഫ്യർ ചെന്ന് ശൗലിനോട് ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ശമച്ചത്. സീഫ്യർ ചെന്ന് ശൗലിനോട് പറയുകയാണ്, ദാവീദ് ഞങ്ങളുടെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞ് ദാവീദിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു രംഗത്തിൽ, തിരസ്കരിക്കുന്ന, ഒറ്റിക്കൊടുക്കുന്ന, ജീവന് വില പറയുന്ന ഒരു രംഗത്തിൽ ദാവീദിന് ധ്യാനിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ എന്റെ ഹൃദയത്തിൽ മുന്തി വന്ന ചിന്ത. സ്തോത്രം. പ്രിയരെ, ഒട്ടും അനുകൂലമല്ലാത്ത പശ്ചാത്തലത്തിൽ നമുക്ക് ദൈവത്തെ ധ്യാനിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിലെ ചോദ്യം അതാ. കഴിഞ്ഞ പകലൊരു ദൈവഭക്തൻ തന്റെ ജീവിതാനുഭവങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നെ വളരെയധികം അത് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആഴത്തിൽ പിന്നെയും ചിന്തിച്ചു, കർത്താവേ, ജീവിതത്തിന്റെ അനുകൂലമല്ലാത്ത പ്രതലത്തിൽ ഒരിക്കലും പ്രയോജനപ്രദമാകുന്നതോ സന്തോഷകരമാകുന്നതോ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ചെന്നെത്തേണ്ടി വന്നാൽ അവിടെ എനിക്ക് കർത്താവിനോടുള്ള മനോഭാവം, അവിടെ എനിക്ക് ആത്മീയതയോടുള്ള മനോഭാവം, ആ പശ്ചാത്തലത്തിൽ ഞാൻ ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് എന്റെ ശരിയായ ആത്മീയതയെന്ന് ഇന്ന് പകരം ഒന്നുകൂടെ വിലയിരുത്താൻ ദൈവാത്മാവ് എന്നെ സഹായിച്ചു. പ്രിയരെ, ദാവീദിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മൾ പറയുകയും ആവർത്തിച്ചുരുവിടുകയും ദാവീദിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ആ ദാവീദിന്റെ ജീവിതാനുഭവങ്ങളിൽ കടന്നു വന്ന വഴികൾ ഒന്നും തന്നെ തന്റെ മേലുള്ള അഭിഷേകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ ആയ അനുകൂലമായ ഒരു സാഹചര്യം അല്ലായിരുന്നു തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ദൈവകൃപയിൽ നിൽപ്പാൻ കഴിയുന്നതാണ് ആത്മീയതയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ആ കൃപയ്ക്ക് വേണ്ടി ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം, ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ താണിരിക്കണം. ഒരു വലിയ ദൈവകൃപയ്ക്കായി ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഇതാ സീഫ്യസ് എന്ന് പറയുകയാണ്, ശൗലിനോട് പറയുകയാണ്, രാജാവേ, ദാവീദ് ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ദാവീദ് ഉണ്ടെന്നറിയാം. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായമാണ്. വേഗത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായം 1-ാം വാക്യം. അതെ, 2-ാം വാക്യം. മതി. ഇസ്രായേലിന്റെ ഭരണാധിപനായിരിക്കുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തോൾ മുതൽ പൊക്കമേറിയ കഴിവുറ്റ ഒരു ഭരണാധികാരിയായി ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി കൊണ്ടുവന്ന ഒരു മനുഷ്യൻ തന്റെ ഉത്തരവാദിത്തങ്ങളെ മറന്നിട്ട് ഇതാ ദാവീദിന്റെ പുറകെ ഓടാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ വന്ന് പറയുന്നു, ദാവീദ് ഇന്നടത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രാജകൊട്ടാരത്തെ മറന്നു, തന്റെ ഉത്തരവാദിത്തങ്ങളെ മറന്നു, പ്രജകളെ മറന്നു, സാഹചര്യങ്ങളെ മറന്നു, എല്ലാം മറന്നിട്ട് ദാവീദിന്റെ പിന്നാലെ ഓടുകയാണ്. ദാവീദ് തന്നെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾ ഈ ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശൗലിനോടുള്ള സംഭാഷണത്തിൽ ചില സന്ദർഭങ്ങളിൽ ദാവീദ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഉപമിക്കുന്ന ചില വാക്കുകളുണ്ട്. ഒന്ന്, ഇസ്രായേലിന്റെ രാജാവ് വനങ്ങളിൽ, കാടുകളിൽ, പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ അന്വേഷിച്ച് നടക്കുകയാണോ? വേറൊരു ഭാഗത്ത് ദാവീദ് ചോദിക്കുന്നു, ഒരു ചെള്ളിനെ അന്വേഷിച്ച് രാജാവ് എന്താ നടക്കുന്നത്? ഒരു ചത്ത നായെ പോലെ ഇരിക്കുന്ന എന്റെ പിന്നാലെ എന്താ രാജാവ് വരുന്നത്? എന്നൊക്കെ പല നിലകളിലുള്ള ഉപമാനങ്ങൾ ഉപയോഗിച്ച് ദാവീദ് ശൗലിനോട് ചോദിക്കുന്നുണ്ട്. അല്പനിമിഷം കഴിയുമ്പോൾ ഒരു അനുരഞ്ജനം ഉണ്ടാകുന്നു, അല്പമിനിറ്റുകൾ കഴിയുമ്പോൾ ആ അനുരഞ്ജനം മാറുന്നു. വീണ്ടും രാജാവ് തന്നെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം മറന്നിട്ട് ദാവീദിന്റെ പിന്നാലെ ഓടുകയാണ്. എന്താ ഇതിന്റെ കാരണം? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വചനം നന്നായി അറിയാവുന്ന
കാണുന്നവരാ. ഒറ്റ കാരണമേ ഉള്ളൂ, ശൗലിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നത് ഒരാത്മാവാണ്, എന്നാൽ ദാവീദിന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഉത്തരവാദിത്വം മറന്ന് വിലപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടും അതൊക്കെ മറന്നിട്ട് മറ്റുള്ളവരുടെ പിന്നാലെ ഓടുന്ന ഏതെങ്കിലും പ്രവണതകൾ ചുറ്റുപാടുകളെ കാണുമ്പോൾ, അഭിഷേകമുള്ള നമുക്ക് പിന്നാലെ ശത്രു ഒളിയമ്പുകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. 54-ാം സങ്കീർത്തനവും സമൂഹ പ്രവാചകന്റെ പുസ്തകങ്ങളും ചേർത്ത് വെച്ച് ദാവീദിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ശത്രു എന്തെല്ലാം പ്രയത്നങ്ങൾ ചെയ്താലും അഭിഷേകം നമ്മുടെ മേൽ നിലനിൽക്കുന്നിടത്തോളം കാലം വാഗ്ദത്തത്തിന്റെ പൂർത്തിയിലേക്ക് നമ്മയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സഭയെയും നമ്മുടെ കുടുംബത്തെയും കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണെന്ന് ഈ രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയരെ, എന്തെല്ലാം വെല്ലുവിളികൾ ഉയരട്ടെ, ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, ശൗലിന്റെ മേൽ വ്യാപരിക്കുന്നത് ഏതാത്മാവാണെന്ന് തിരിച്ചറിയണം. എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവാണെങ്കിൽ ആ ദൈവാത്മാവിനെതിരെ നിൽക്കുവാൻ ലോകത്തിനൊരു ശക്തിക്ക് കഴിയുകയില്ല. വെല്ലുവിളി ഉയർത്തിയെന്നിരിക്കുക, പിന്നാലെ ഓടിയെന്നിരിക്കുക, പലവിധമായ അപവാദങ്ങൾ പറഞ്ഞെന്നിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയോ, ആരെങ്കിലും മുറിപ്പെട്ടവരായി ഇവിടെ ഇരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ഹൃദയം തകർന്നവരായി ഇരിക്കുന്നെങ്കിൽ അവരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, അഭിഷേകം നിങ്ങളുടെ മേലുള്ള കാലത്തോളം നിങ്ങളുടെ മേൽ വാഗ്ദത്തം നിവർത്തിക്കുക സാധ്യതയുണ്ട്. അതിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ഈ രാത്രി തിരിച്ചറിയുക. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, നിന്റെ മേൽ ദൈവമായിട്ട് അഭിഷേകമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്താണ്? കർത്താവ് അയച്ച അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, അല്പം ദഹിക്കാൻ ഇച്ചിരി പാടായിരിക്കും ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം. ഈ പറയുന്ന രണ്ട് സന്ദർഭങ്ങൾ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. ഒന്ന്, ഏൻഗദി മരുഭൂമിയിലൂടെ ശൗലിങ് ദാവീദിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ദാവീദിന് അറിവ് കിട്ടി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദാവീദിന് അറിവ് കിട്ടി ശൗലിനടുത്തുണ്ട്, ശൗലിന് അറിവ് കിട്ടി ദാവീദിനടുത്തുണ്ടെന്ന് അറിവ് കിട്ടി. അങ്ങനെ ഏൻഗദി എന്ന് പറയുന്ന മരുഭൂമിയിലൂടെ പോയി അവിടെയുള്ള ഗുഹകളിൽ ഒന്നിൽ ശൗല് കയറി. നിങ്ങൾ ദൈവത്തിന് പിന്നെ പോയി വായിച്ചാൽ മതി, ഇതിന് മുമ്പുള്ള ചില അധ്യായങ്ങളുണ്ടെന്ന്. ശൗല് ചെന്ന് ആ ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ അതിന്റെ അകത്തുള്ളിലാരിപ്പുണ്ട്, ദാവീദിരിപ്പുണ്ട്. ഒന്നാമത്തെ സംഭവം അത് കഴിഞ്ഞ് രണ്ടാമത്തെ സംഭവമാണ് നമ്മൾ പറഞ്ഞ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം 26-ാം അധ്യായത്തിൽ കാണുന്നത്. ഇത് സീഫ് പറഞ്ഞതനുസരിച്ച് സീഫ് മരുഭൂമിയിലൂടെ ദാവീദിനെ അന്വേഷിച്ച ദുർബലനായ ആകപ്പാടെ 5-6 പേര് കൂടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനെ അന്വേഷിച്ച് ഇസ്രായേൽ രാജാവ് 3000 പേരുമായിട്ട് വരികയാണ്. അങ്ങനെ 3000 പേരുമായിട്ട് ഒരുമിച്ച് വന്ന് ഈ മരുഭൂമിയിൽ വന്ന് പാളയമടിച്ച് കിടക്കുക. യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമൊക്കെ തീർത്തിട്ട് നാളെ മുതൽ ഓപ്പറേഷൻ തുടങ്ങാം എന്നുള്ള ചിന്തയിൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ദാവീദിന് വ്യക്തമായിട്ട് അറിവ് കിട്ടി. ദാവീദ് ചാരന്മാരെ അയച്ച് കണ്ടെത്തി എവിടെയാണ് ശൗലും കൂട്ടനും കിടന്നുറങ്ങുന്നത്. ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് യാത്രയുടെ അങ്ങ് രാജകൊട്ടാരത്തിന് ഇറങ്ങി ദാവീദിനെ അന്വേഷിച്ചു വന്ന യാത്രയുടെ ക്ഷീണം കൊണ്ട് ഗാഠനിദ്രയിലായി പോയെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എന്നാൽ ദൈവത്തിന് ഒന്നുകൂടെ ആഴത്തിൽ വായിച്ചപ്പോഴാ അത് ഗൗരവമായി മനസ്സിലായത്. ഒന്ന് വായിക്കാമോ? 26-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 1 ശമൂവേൽ 26:12. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നതുമില്ല. അവരെല്ലാവരും ഉറങ്ങുകയായിരുന്നു. യഹോവയാൽ ഗാഠനിദ്ര അവരുടെ മേൽ എന്ത് ചെയ്തിരുന്നു? വീണിരുന്നു. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശൗലും കൂട്ടരും യാത്രയുടെ ക്ഷീണം കൊണ്ട് റെസ്റ്റെടുക്കുകയല്ല. ദാവീദിന് അനുകൂലമായി ശൗലിനെ ആക്രമിക്കണമെങ്കിൽ ആക്രമിക്കാൻ തക്കവണ്ണം എല്ലാ പശ്ചാത്തലവും ഒരുക്കപ്പെട്ട നിലയിൽ ദൈവവും കൂടെ അതിന് ക്രമീകരണം ഒരുക്കിയെന്നാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. എന്നാൽ മുമ്പേ ഞാൻ പറഞ്ഞു, ഒന്നാമത് നമുക്ക് ഉറപ്പുവരുത്തേണ്ട കാര്യം അഭിഷേകം നമ്മുടെ മേലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം ഇച്ചിരി പാടുള്ള കാര്യമാണ്, ഗ്രഹിക്കാൻ ഇച്ചിരി പാടാ. കാരണം ജഡത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇത് ഏറ്റെടുക്കാൻ പാടാ, എന്നാൽ ആത്മാവിൽ ചിന്തിക്കുന്നവർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും. എന്താണെന്നറിയാമോ? ഇത്രയും വൈരാഗ്യത്തോടെ ഇത്രയും ദുരാത്മാവ് ബാധിച്ചവനാണെന്ന് വ്യക്തമായ ബോധ്യമുള്ള ശൗലിനെ കയ്യിൽ പിടിച്ച് അവനെ ഒറ്റക്കുത്തിന് അഭിഷായി ദാവീദിനോട് പറയുന്നു, 2 കുത്തത്തില്ല യജമാനനെ, ഒറ്റക്കുത്ത് അവന്റെ തലക്കിലിരിക്കുന്ന കുന്തം ഇങ്ങനെ അങ്ങോട്ട് ഊരും, തിരിച്ചാണ്ട് ഇങ്ങനെ ഒരു കുത്തും. അത്രയ്ക്ക് ആരോഗ്യമുള്ളവരായിരുന്നു ദാവീദിന്റെ പെങ്ങളെ മക്കൾ. സ്തോത്രം. അല്ലെങ്കിൽ സെരൂയയുടെ മക്കളായ യോവാബും
സ്തോത്രം അഭിഷേകം ഒക്കെ ഒറ്റ കുത്തിന് ശൗലിനെ ഹല്ലേലൂയ സ്തോത്രം നശിപ്പിക്കാൻ തക്ക പ്രാപ്തിയുള്ളവരാ. അഭിഷേകം പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒന്നേ കുത്തത്തോട് ബുദ്ധിയാക്കണ്ടെന്ന് ചോദിച്ചു. ഒന്നാമത്തെ അനുഭവം നമുക്കറിയാമല്ലോ. ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ അകത്ത് ദാവീദിരിക്കുന്നു, മുമ്പിൽ ശൗലിരിക്കുന്നു. ഒറ്റ കുത്ത് മതി. എന്നാൽ ഹല്ലേലൂയ തന്റെ സഹപ്രവർത്തകർ ദാവീദിനോട് കുത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറയുന്ന വാചകമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഒരിക്കൽ അഭിഷേകം വീണവനാണെങ്കിൽ മരണം വരെ അവന്റെ പേര് അഭിഷക്തനെന്ന അവന് നേരെ ഒരു വാളോന്നുവാൻ, അവന് നേരെ ഒരു വാക്ക് പറയാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ വയലിൽ നീ ദൈവങ്ങളുടെ വയലിലാണെങ്കിൽ നിനക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല എന്ന് തിരിച്ചറിയുന്നവർക്ക് ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. അതാണ് ദാവീദിനെ വാഗ്ദത്തത്തിന്റെ വസ്തുവിലേക്ക് കൊണ്ടുവന്ന രണ്ടാമത്തെ ഘടകം. ഹല്ലേലൂയ. ദൈവത്തിനെ മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന്, തന്റെ മേൽ വീണ അഭിഷേകത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം. രണ്ടാമത്തെ കാര്യം, ദാവീദിനുണ്ടായിരുന്ന ബോധ്യം ശരിയാണ്, ഒരിക്കൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാ, പിന്നെ അവന്റെ മേലുള്ള ആത്മാവ് പോയിട്ട് ദുരാത്മാവ് വന്നു. ഞാൻ ഇങ്ങനെ വായിച്ച അവന്റെ ദുരാത്മാവ് മാറുന്നത് കൃത്യമായിട്ട് അറിയാം അവന്റെ മേൽ ദുരാത്മാവ് ഉണ്ടെന്ന്. എന്നാലും ഒരിക്കൽ ദൈവം അഭിഷേകം ചെയ്തവൻ മരണം വരെ അവന്റെ പേര് അഭിഷക്തനായതുകൊണ്ട് അവന് നേരെ വാദരിക്കാനോ അവന് നേരെ കുന്തം ചാട്ടുവാനോ അവന് നേരെ പ്രതികരിക്കാനോ എനിക്ക് അനുവാദമില്ലെന്നുള്ള ഒരു തിരിച്ചറിവ് ദാവീദിലുണ്ടായിരുന്നതുകൊണ്ട് പ്രതികാരം യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് രാത്രി മനം തകർന്നിരിക്കുന്ന ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇവിടെയാകട്ടെ, നാട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ കാരണം കൂടാതെ ദണ്ഡിപ്പിക്കുന്ന, കാരണം കൂടാതെ അടിമപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ദുരാത്മാവിന്റെ പ്രവൃത്തികൾക്ക് വിധേയമാകുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകമുണ്ടോ, ദൈവകൃപയുണ്ടോ, ആത്മസാന്നിധ്യമുണ്ടോ, നിത്യ ജീവിതത്തിന്റെ ആഴം ഈ രാത്രി നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇന്ന് നീ ധ്യാനിച്ചൊരു പാട്ട് വളർന്ന സമയമാണ്. ചില 54 സങ്കീർത്തനങ്ങൾ ഉളവാകുന്ന രാത്രിയായിട്ട് ഈ രാത്രി ജീവിതത്തെ എന്റെ ജീവിതത്തിലെ പ്രതികൂലത്തിന്റെ മേൽ, എന്റെ ജീവിതത്തിൽ ഒറ്റിക്കൊടുക്കപ്പെടുന്ന സാഹചര്യങ്ങളുടെ മേൽ ഞാനിനി ഭയപ്പെടുകയില്ല, ഞാനിനി നിരാശപ്പെടുകയില്ല, ഞാനിനി പുറകോട്ട് മാറുകയില്ല, ഞാനിനി തളർന്നു പോകത്തില്ല. എനിക്കറിയാം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എന്റെ മേൽ അഭിഷേകപ്പെടുന്നവൻ വിശ്വസ്തനാണ്. അവരെന്നെ അവന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തിയിലേക്ക് കൊണ്ടെത്തിക്കൂ. എത്ര പേർ വചനം തിരിച്ചറിയുന്നു? ഒരു നിമിഷം ദൈവത്തിന് സ്തുതിയോടെ പാട്ടെ. ഊരാവാന ശബ്ദരചന വീവർക്കവാന ഊരാരവശസ്യ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചന അഭിഷേകമുണ്ടോ? ദൈവത്തിന്റെ വചന നിന്റെ മേൽ അഭിഷേകമുണ്ടോ? നീ ഭാരപ്പെടേണ്ട ഒരു ചുരുങ്ങിയ കാരണമോ ചില പരിശീലനത്തിന്റെ കടലിലൂടെ ദൈവം നിന്നെ കടത്തിവിട്ടാലോ ഇന്ന് രാത്രി പറയട്ടെ, നീ ഭാരപ്പെടേണ്ട, നിന്നെ അവൻ പുറത്തു കൊണ്ടുവരും, നിന്റെ മേൽ വാഗ്ദത്തം നിവർത്തിക്കും. പക്ഷെങ്കിൽ ഒരു കാര്യം ഒരിക്കലും അഭിഷേകമുള്ളവന് നേരെ കരമുയർത്തരുത്. 2 പ്രാവശ്യം ദൈവം ഒരുക്കിയതുപോലെ അവന്റെ കൈപ്പിടിക്കകത്ത്, കൈവരുതിക്കകത്ത് ശൗലിനെ കിട്ടിയിട്ടും അല്ലെങ്കിൽ അഭിഷക്തന്റെ മേൽ കൈവച്ചിട്ട് എനിക്കൊരു ദോഷം വരരുത് എന്നിട്ട് ദാവീദ് പറയുന്ന വേറൊരു ഭാഗമുണ്ട്. ദൈവം പ്രതികാരം ചെയ്യുന്ന ചെയ്തോട്ട് ഞാൻ ചെയ്യത്തില്ല. ദൈവം പ്രതികാരം ചെയ്തു. എന്നെ ചിന്തപ്പെട്ടൊരു കാര്യമുണ്ട്. ദാവീദിന് നേരെ 3 വട്ടം ശൗല് കുന്തം ചാണ്ടി ഭിത്തിയോട് ചേർന്ന് കുത്താൻ ശ്രമിച്ചു. ഒടുവിൽ ഹല്ലേലൂയ സ്തോത്രം, ആരും ശൗലിനെ കുത്തിയില്ല. സ്വന്തം കുന്തം നാട്ടി വെച്ചിട്ട് അതിന്റെ പുറത്തേക്ക് കമന്ന് വീണ് അവൻ എന്തൊരു പ്രവൃത്തി ദാവീദിനെതിരെ ചെയ്തോ അതേ പ്രവൃത്തിയിൽ അവന്റെ ജീവിതം അവസാനിക്കാൻ തുടങ്ങി. ഇനി അവസാനിച്ചില്ല. കുന്നത്ത് അല്ലെങ്കിൽ വാളയിൽ അവൻ വീട് കിടക്കുമ്പോൾ മരിക്കാഞ്ഞിട്ട് അതുവഴി പോയി അമാലേഖനോട് പറഞ്ഞു, എടാ ജീവൻ എന്നിൽ ഇരിക്കുന്നു. അവൻ സംസാരിക്കുക, അല്ലെങ്കിൽ നെഞ്ചത്തൂടെ വാള് കയറി ഇറങ്ങിയിരിക്കുക. എന്നിട്ട് അവൻ പറയുക, എടാ ജീവൻ എന്നിൽ ഇരിക്കുന്നു, എന്റെ ഒരു വല്ലാത്ത വിഷമാവസ്ഥയിൽ ഞാനായിരിക്കുന്നു, അതുകൊണ്ട് നീ വാളെടുത്തന്നെ ഒന്ന് വെട്ടാൻ പറഞ്ഞ് സുബോധത്തോടെ സ്വന്തം കുന്നത്തിന്റെ മേൽ, സ്വന്തം വാളിന്റെ മേൽ വീട് മരിച്ചവനാണ് ശൗല്. അതിനു മുമ്പേ ദാവീദിന് അവസരമുണ്ടായിട്ടും ദാവീദ് അത് ചെയ്തില്ല. എന്നാൽ ദാവീദിനെ ദൈവം അഭിഷേകത്തിന്റെ നിറവിലേക്ക് കൊണ്ടുവന്നു, ദൈവപ്രവൃത്തിയുടെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നു. ഒരു നിമിഷം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ അല്പം വിശ്വസിക്കുക. ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും വേദവസ്തു അടച്ചു വെച്ചോ. എല്ലാവരും ദൈവത്തിന് എഴുന്നേറ്റ് നിന്നാക്കുക. ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുവാൻ പോകുക, വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോകുക. ഈ രാത്രി ചില വിടുതൽ ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം ചെയ്തു തുടങ്ങുക. തുടർന്ന് അഭിഷക്തന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവൃത്തി ഈ ആലയത്തിൽ വെളിപ്പെടുമെന്ന് ആത്മാവിന്റെ രാത്രി കണ്ടുകൊണ്ട് ഞാൻ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുക. ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, പുറകോട്ട് പോകരുത്.
മാത്രമല്ല, നമുക്കിന്ന് ഹല്ലേലൂയ സ്തോത്രം പോലെ നമുക്കാരോടും വളരെ മാനുഷികമായി നമുക്ക് പോരാട്ടമുള്ള ജനരക്തങ്ങളോടല്ല, നമുക്ക് മാനുഷികമായ ഒരു വ്യക്തിയോട് വൈരാഗ്യമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിന് നേരെ ഹല്ലേലൂയ കരം കണക്ക് തിന്മകൾ കൊടുത്തു വരുന്നവർ നമ്മുടെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഉണ്ടാകില്ല. എന്നാൽ ഭാരപ്പെടുന്ന ഹല്ലേലൂയ ക്രൂശിലേക്ക് തിരിയുക, ക്രൂശിലേക്ക് തിരിയുക. അവിടെ അവൻ ആയുധവർഗം വെപ്പിച്ചിരിക്കുകയാണ്, അവിടെ ശത്രുവിന്റെ പ്രവർത്തികളെ അവൻ അഴിച്ചിരിക്കുകയാണ്. ആ കാൽവരിയിൽ നമുക്ക് ആശ്രയിക്കാം. ആ ക്രൂശിലേക്ക് നമുക്ക് ഇന്ന് രാത്രി എടുക്കുകയില്ല. അവിടെ നിന്ന് പാഞ്ഞൊഴുകുന്ന ആ രക്തത്താൽ നമുക്ക് ഇന്ന് രാത്രി ശുദ്ധീകരണം ദൈവം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, കർത്താവേ, എനിക്ക് രക്തങ്ങളോട് യാതൊരു വിഷമങ്ങളുമില്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയോട് ശൗൽ എന്ന് പറയുന്ന വ്യക്തിയോട് പോരാടുവാൻ ഒരിക്കലും തയ്യാറായില്ല. എന്നാൽ അവന്റെ മേൽ വ്യാപരിച്ച അന്യായ ശക്തിക്കെതിരെ ശക്തിയോട് ദാവീദ് നിലകൊണ്ടു. അത് ദാവീദിന്റെ ജീവിതത്തിൽ വിജയമായി മാറി. ഇന്ന് രാത്രി ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പമിനിറ്റുകൾ കൂടെ നമുക്ക് ഒരുമിച്ച് ആൾക്കാരുടെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ഏത് വചനത്തിന്റെയും അല്ലെങ്കിൽ ഫോക്കസ് അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ കാൽവരി ക്രൂശിലേക്കാണ്. നമ്മുടെ കണ്ണുകളെ ഈ ക്രൂശിലേക്ക് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ പങ്കുകൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ സ്ത്രീകളുടെയും നേതാക്കളാകട്ടെ. ആത്മാവിൽ പാടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ അങ്ങനെയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ
ഉയർത്തി ദൈവത്തെ ഉയരട്ടെ, ശാസ്ത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ, വലിയ ദൈവശക്തി സത്യാസത്തെ ഇവിടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് അർപ്പണമിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ബോധപ്പെടുത്താം. ശക്തിയോട് എല്ലാ പ്രിയപ്പെട്ടവരെ കൊണ്ട് അത്ഭുതത്തിന്റെ നമുക്ക് ദൈവത്തെ ബോധപ്പെടുത്താം. ആത്മാവെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. ശബ്ദം ഉയരട്ടെ, അകലങ്ങളെ കൊണ്ടുകൊണ്ട് അത്ഭുതമിട്ടതോട് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ബോധപ്പെടുത്താം. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Glory, hallelujah, hallelujah, hallelujah. Glory, we praise the Lord. We praise the Lord, we praise the Lord. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് കേട്ട വചനം നമുക്ക് അനുഗ്രഹമായി ഇന്ന് സന്യാസമേമ വലിയ ദൈവശക്തി നമ്മിൽ പകരട്ടെ, നമ്മിൽ പകരട്ടെ. അല്പസമയം കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Glory, we praise the Lord. Jesus, hallelujah, 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 hallelujah. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വരുവാൻ അവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ പദവിയെ ഓർക്കുന്നതയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. വചനത്തിനോട് ഞങ്ങളോട് സംസാരിച്ചു. ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ദൈവകൃപയിൽ നിൽക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലത്തിന്റെ നിമിഷത്തിൽ എനിക്ക് ലഭിച്ച ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ത് സന്യാസമേ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സകല വിഷയങ്ങളും പ്രതികൂലമാകുമ്പോൾ അതിനു മുമ്പിൽ ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുവാൻ, ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു വലിയ ദൈവശക്തി ഞങ്ങളിൽ പങ്കെടുക്കേ. ഞങ്ങളുടെ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി ഏത് സത്യാസമയത്ത് വീണ്ടും ഞങ്ങളുടെ മേലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാനുള്ള ഒരു വലിയ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. ശത്രുവിനെ കർത്താവെ തകർക്കുവാനുള്ള പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാതെ അഭിഷേകമുള്ള വ്യക്തിയാണ് കർത്താവെ. ദൈവശക്തി എപ്പോഴും ദൈവകൃപയിൽ പ്രചരിക്കുക. ദൈവമേ, അവർക്ക് സഹായിക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇത് സന്യാസമേ ഈ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ഒരു വലിയ ദൈവകൃപ പ്രാപിച്ചവരായി മടങ്ങുക. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല ഒരാത്മീയ സന്തോഷം ഇന്ന് സന്യാസമേ ഈ ആരാധനയിൽ നിന്ന് പ്രാപിക്കുക. അവിടുത്തെ കൃപ ചെയ്യണമേ. ആത്മാത്മന്റെ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ അത്യന്ത തേജസ് ഇന്ന് സന്യാസമേ റോഡിലേക്ക് ഇറങ്ങി വന്ന ഒരാഴ്ച മുതൽ അങ്ങേയാഴ്ച വരെ കർത്താവേ പോലെ കൊണ്ടുപോയത് ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഒരു വലിയ ദൈവശക്തി ഞങ്ങളിൽ വ്യാപരിക്കണമേ. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ വിടുതൽ പ്രാപിച്ചവരായി മടങ്ങുക, സൗഖ്യം പ്രാപിച്ചവരായി മടങ്ങുക, ആത്മശക്തി പ്രാപിച്ചവരായി മടങ്ങുക. അവിടുന്ന് കൃപ ചെയ്യണം. നിരാശയോടെ ഒരു വ്യക്തി പോലും മടങ്ങുക. ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകൾ, ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലെ ഒഴിഞ്ഞവരാ ഇനി ആരാധന കഴിഞ്ഞു മടങ്ങി പോകുമ്പോൾ അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. ഒരു വലിയ ദൈവപ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടണമേ. കർത്താവേ, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല ഒരാത്മീയ സന്തോഷം ഈ ആരാധനയിൽ വെളിപ്പെടണമേ. ഞങ്ങൾ അറിയുന്ന കർത്താവേ, അത് ഞങ്ങൾക്ക് വേണ്ടി പകരപ്പെടുന്നത് ഇന്ന് സന്യാസമേ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ